ഒമാനിലെ മസ്കറ്റ് നഗരം. സൂര്യൻ ഉദിച്ചുയരുന്നതേയുള്ളൂ. ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾക്കും മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന ചൂടിനുമപ്പുറം മസ്കറ്റിലെ ഷാത്തി അൽ കുമറിന് സമാനമായ ആ ആഡംബര വില്ലയുടെ മുറ്റത്ത് ഇർഷാദ് തന്റെ ജോലികളിൽ മുഴുകിയിരുന്നു. മസ്കറ്റിലെ പ്രഭാതമെന്നും ഇർഷാദിന് ഒരു വെല്ലുവിളിയാണ്. കൊട്ടാര സമാനമായ ആ വില്ലയുടെ പൂമുഖത്ത് നിർത്തിയിട്ടിരിക്കുന്ന വെളുത്ത ലാൻഡ് ക്രൂസർ ഇർഷാദ് അതീവ ശ്രദ്ധയോടെയും ഭക്തിയോടെയും കഴുകി തുടക്കുകയായിരുന്നു. ഓരോ തവണ തുണികൊണ്ട് ആ വാഹനത്തിന്റെ തിളക്കം കൂട്ടുമ്പോഴും തന്റെ 10 വർഷത്തെ പ്രവാസ ജീവിതത്തിന്റെ ഓർമ്മകൾ അവന്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. വെറും ഒരു വിസയുമായ മണലാരണ്യത്തിലേക്ക് പറന്നിറങ്ങിയ ആ ചെറുപ്പക്കാരിൽ നിന്നും ഇന്ന് കാണുന്ന ഈ പക്വതയുള്ള ഇർഷാദിലേക്കുള്ള ദൂരം വളരെ വലുതായിരുന്നു. അന്ന് തനിക്ക് തണലായത് ഷെയ്ഖ് അബ്ദുള്ള എന്ന വലിയ മനുഷ്യനായിരുന്നു. ഷെയ്ഖിന് ഇർഷാദ് കേവലം ഒരു ഡ്രൈവർ മാത്രമായിരുന്നില്ല, മറിച്ച് തന്റെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അക്കങ്ങളും രഹസ്യങ്ങളും അർപ്പണബോധത്തോടെ കാത്തുസൂക്ഷിക്കുന്ന ഒരു വിശ്വസ്തനായിരുന്നു. ഇർഷാദിന്റെ സത്യസന്ധതയും വിനയവും ആ അറബി കുടുംബത്തിന്റെ ഹൃദയത്തിൽ അവന് ഒരു പ്രത്യേക സ്ഥാനം തന്നെ നേടിക്കൊടുത്തു. ഷെയ്ഖിന്റെ കൊച്ചുമക്കൾക്ക് അവൻ വെറും ഒരു ഡ്രൈവർ ആയിരുന്നില്ല, മറിച്ച് സ്നേഹനിധിയായ ഇർഷാദ് അങ്കിളായിരുന്നു. ജീവിതം സുഗമമായി നീങ്ങുമ്പോഴാണ് ഉള്ളിലെ കനലുകൾ എരിഞ്ഞു തുടങ്ങിയത്. നാട്ടിലെ ഉമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും തനിക്ക് വിവാഹം കഴിക്കണമെന്നും ഇർഷാദ് പതിയെ ഷെയ്ഖിനോട് തുറന്നു പറഞ്ഞു. ആ വലിയ മനുഷ്യൻ ഒന്നും ആലോചിച്ചില്ല. ഇർഷാദിന്റെ തോളിൽ തട്ടി ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, ഇർഷാദ്, നിനക്ക് ഇഷ്ടമുള്ള അത്രയും ദിവസം നീ നാട്ടിൽ പോയി വരണം. നിന്റെ വിവാഹം ഞങ്ങളുടെ കൂടി ആഘോഷമാണ്. സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളുമായി ഇർഷാദ് നാട്ടിലേക്ക് പറന്നു. അവിടെ തന്റെ ബാല്യകാലം തൊട്ടേയുള്ള കൂട്ടുകാരി നഫീസയെ അവൻ വിവാഹം കഴിച്ചു. വിവാഹത്തിന്റെ മധുരം മാറും മുമ്പേ പ്രവാസത്തിന്റെ വിധി വീണ്ടും അവനെ തിരികെ വിളിച്ചു. തിരികെ മസ്കറ്റിലെത്തിയ ഇർഷാദിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. തന്റെ പ്രിയതമയെ പിരിഞ്ഞിരിക്കുക എന്നത് അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വില്ലയുടെ ഔട്ട് ഹൗസിൽ തനിച്ചിരിക്കുമ്പോൾ ഇർഷാദിന്റെ വാടിയ മുഖം ഷെയ്ഖിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാര്യം തിരക്കിയപ്പോൾ ഷെയ്ഖ് പറഞ്ഞ വാക്കുകൾ ഇർഷാദിന് വിശ്വസിക്കാനായില്ല. എന്തുകൊണ്ട് നീ നഫീസയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല? നമ്മുടെ വില്ലയിൽ നിങ്ങൾക്ക് 2 പേർക്കും സുഖമായി താമസിക്കാം. അവളുടെ വിസയും ടിക്കറ്റും ഞാനേറ്റു. അവിശ്വസനീയമായ ആ സ്നേഹത്തിനു മുന്നിൽ ഇർഷാദ് നിശബ്ദനായി. നന്ദിയോടെ ആ കൈകളിൽ ചുംബിച്ചു. അധികം വൈകാതെ നഫീസ മസ്കറ്റിലെത്തി. ആ വലിയ വില്ലയുടെ വാതിലുകൾ അവൾക്കായി തുറക്കപ്പെട്ടു. അവിടുത്തെ ആഡംബരങ്ങളും മസ്കറ്റിലെ ആകാശമുട്ടുന്ന കെട്ടിടങ്ങളും കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. ഷെയ്ഖിന്റെ ഭാര്യ മറിയം നഫീസയെ ഒരു വേലക്കാരിയെ പോലെയല്ല കണ്ടിരുന്നത്, മറിച്ച് അള്ളാഹു തനിക്ക് നൽകിയ ഒരു അനിയത്തിയെ പോലെയാണ് അവർ നഫീസയെ ചേർത്ത് പിടിച്ചത്. മസ്കറ്റിലെ ആ ആഡംബര വില്ലയിലെ ഔട്ട് ഹൗസ് ഇർഷാദിനും നഫീസക്കും വെറും ഒരു താമസ സ്ഥലമായിരുന്നില്ല, അതൊരു ചെറിയ സ്വർഗമായിരുന്നു. നാട്ടിലെ പച്ചപ്പും കുളിരും വിട്ട് ചൂടുള്ള മണലാരണ്യത്തിലേക്ക് വന്ന നഫീസക്ക് തുടക്കത്തിൽ അതൊരു വലിയ ലോകമായിരുന്നു. എന്നാൽ ഇർഷാദ് അവളുടെ കൂടെയുള്ളപ്പോൾ എല്ലാം അവൾ മറക്കുമായിരുന്നു. ജോലി കഴിഞ്ഞ് ഇർഷാദ് തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്ന നഫീസയുടെ കണ്ണുകളിൽ എന്നും ഒരു തിളക്കമുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ വില്ലയുടെ വലിയ മതിലുകൾക്കപ്പുറത്തുള്ള കടൽ തീരത്തേക്ക് അവർ നടക്കാൻ പോകുമായിരുന്നു. ആ കടൽക്കാറ്റിൽ നിന്ന് അവർ തങ്ങളുടെ ഭാവി സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു. മസ്കറ്റിലെ തിരക്കുകൾക്കിടയിലും അവർ പരസ്പരം താങ്ങായി. ഷെയ്ഖ് അബ്ദുള്ളയുടെ വീട്ടിലെ വിശേഷങ്ങൾ ഇർഷാദ് അവളോട് വാചാലനായി പങ്കുവെക്കുമായിരുന്നു. മറിയം നഫീസക്ക് പാചകം പഠിപ്പിച്ചു കൊടുത്തു. അവർ 2 പേരും വലിയ സുഹൃത്തുക്കളായി മാറി. ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അതിരുകൾ അവർ സ്നേഹം കൊണ്ട് മായ്ച്ചു കളഞ്ഞു. പ്രവാസത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും ഇങ്ങനെയൊരു പ്രണയകാലം തങ്ങൾക്ക് ലഭിച്ചതിന് അവർ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. മാസങ്ങൾ കടന്നുപോയി. പ്രവാസത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും ദൈവം തങ്ങൾക്കായി ഒരു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുകയാണെന്ന് ആ ദമ്പതികൾ കരുതി. അവരുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി വരാൻ പോകുന്നു എന്ന വാർത്ത വില്ലയാകെ ആഘോഷമാക്കി. സ്വന്തം വീട്ടിലെ വിശേഷം പോലെയാണ് ഷെയ്ഖും മറിയവും ആ ഗർഭകാലം കാത്തുസൂക്ഷിച്ചത്. ഇർഷാദിന്റെയും നഫീസയുടെയും പ്രണയത്തിന്റെ അടയാളമായി വരാനിരിക്കുന്ന കുഞ്ഞിനെ സ്വപ്നം കണ്ട് ഇർഷാദ് ഓരോ ദിവസവും പ്രാർത്ഥനയിലായിരുന്നു. ആ മണലാരണ്യത്തിലെ വില്ലയിൽ സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരു പുതിയ അധ്യായം കുറിക്കപ്പെടുകയായിരുന്നു. മസ്കറ്റിലെ ആ വലിയ വില്ലയിൽ സന്തോഷം പൂത്തുലഞ്ഞു നിൽക്കുന്ന സമയം. ഇർഷാദിന്റെയും നഫീസയുടെയും ജീവിതത്തിലേക്ക് ഒരു പുതിയ അതിഥി വരാൻ പോകുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഷെയ്ഖ് അബ്ദുള്ളയുടെയും മറിയത്തിന്റെയും മുഖത്തും വലിയ സന്തോഷമായിരുന്നു. സ്വന്തം മരുമകൾ ഗർഭിണിയായ അത്രയും ആവേശത്തോടെയാണ് മറിയം നഫീസയെ പരിചരിച്ചിരുന്നത്. ഒമാനിലെ ഏറ്റവും മികച്ച ആശുപത്രിയിൽ നഫീസയുടെ ചികിത്സ ഉറപ്പാക്കിയത് ഷെയ്ഖ് തന്നെയായിരുന്നു. ഓരോ ദിവസവും ഇർഷാദ് പ്രാർത്ഥനയിലായിരുന്നു.
തന്റെയും നഫീസയുടെയും പ്രണയത്തിന്റെ അടയാളമായി വരാനിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി അവൻ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. നമ്മുടെ കുഞ്ഞ് ഇവിടെയുള്ള വലിയ സ്കൂളുകളിൽ പഠിക്കണം, അവൻ വലിയൊരാളാകണം. ഇർഷാദ് പറയുമ്പോൾ നഫീസ നാണത്തോടെ ചിരിക്കുമായിരുന്നു. എന്നാൽ വിധി ആ കുടുംബത്തിനുമേൽ ഒരു കരിനിഴൽ വീഴ്ത്താൻ കാത്തിരിക്കുകയായിരുന്നു. ഒരു രാത്രിയിൽ പ്രകൃതി പോലും നിശബ്ദമായ ആ യാമത്തിൽ നഫീസക്ക് കഠിനമായ പ്രസവവേദന അനുഭവപ്പെട്ടു. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയ ഷെയ്ഖ് സ്വന്തം വാഹനത്തിൽ അവളെ അതിവേഗം ആശുപത്രിയിൽ എത്തിച്ചു. മണിക്കൂറുകൾ നീണ്ട പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനുമൊടുവിൽ ലേബർ റൂമിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ ഇർഷാദിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. പിതാവായതിന്റെ ആനന്ദം അവന്റെ സിരകളിൽ ഒഴുകി നടന്നു. എന്നാൽ ആ ആനന്ദത്തിന് നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്പസമയത്തിനുള്ളിൽ ഡോക്ടർമാർ പുറത്തേക്ക് വന്നത് അതീവ ഗൗരവമുള്ള മുഖഭാവത്തോടെയായിരുന്നു. പ്രസവാനന്തരമുണ്ടായ കഠിനമായ രക്തസ്രാവവും മറ്റ് സങ്കീർണതകളും നഫീസയുടെ ജീവൻ അപഹരിച്ചു എന്ന വാർത്ത ഇർഷാദിന്റെ നെഞ്ചിൽ ഇടുത്തി പോലെയാണ് പതിച്ചത്. ലോകം മുഴുവൻ തന്റെ മുന്നിൽ തകർന്നു വീഴുന്നത് പോലെ അവന് തോന്നി. ആശുപത്രിയുടെ ഇടനാഴിയിൽ അവൻ അലമുറയിട്ടു കരഞ്ഞു. തന്റെ പ്രാണന്റെ പകുതിയായ തന്റെ ബാല്യകാലം മുതൽ കൂടെയുണ്ടായിരുന്ന നഫീസ ഇനിയില്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ ആ പാവം പ്രവാസിക്ക് കഴിഞ്ഞില്ല. ഷെയ്ഖ് അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഇർഷാദിന്റെ സങ്കടം ഒരു മഹാപ്രളയം പോലെ അണപ്പൊട്ടി ഒഴുകുകയായിരുന്നു. എന്നാൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കാഴ്ച അതായിരുന്നു. അമ്മയുടെ ചൂടോ ഗന്ധമോ അറിയാത്ത വിശന്നു കരയുന്ന ആ പിഞ്ചുകുഞ്ഞ്. ആശുപത്രിയിൽ നിന്നും മടങ്ങുമ്പോൾ ഇർഷാദ് തീർത്തും തകർന്നിരുന്നു. നഫീസയുടെ മൃതദേഹം ഷെയ്ഖിന്റെ മേൽനോട്ടത്തിൽ മസ്കറ്റിലെ മണ്ണിൽ തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്ത് ഖബറടക്കി. പിന്നീടുള്ള ദിവസങ്ങൾ ഇർഷാദിന് നരകതുല്യമായിരുന്നു. ഔട്ട് ഹൗസിലെ ആ ചെറിയ മുറിയിൽ കുഞ്ഞിനെ മാറോട് ചേർത്ത് അവനിരുന്നു. ആ കുഞ്ഞിന്റെ കരച്ചിൽ ഇർഷാദിന്റെ നെഞ്ചി പിളർത്തുകയായിരുന്നു. വിശന്നിട്ടും സമാധാനിപ്പിക്കാൻ കഴിയാതെ അവൻ അലമുറയിട്ടു കരഞ്ഞു. പാലിനായി കുഞ്ഞു പിടയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹായനായി ഇർഷാദ് സ്തംഭിച്ചു നിന്നു. നഫീസെ, നീ എന്തിനാണ് എന്നെയും ഈ കുഞ്ഞിനെയും തനിച്ചാക്കി പോയത് എന്ന് ചോദിച്ച് അവൻ ആ ഇരുട്ടിൽ വിതുമ്പി. രാത്രിയുടെ നിശബ്ദതയിൽ ആ കുഞ്ഞിന്റെ കരച്ചിൽ ഷെയ്ഖിന്റെ കിടപ്പുമുറി വരെ എത്തി. കുഞ്ഞിന്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് മറിയത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവരുടെ ഉള്ളിലെ മാതൃത്വം ആ കരച്ചിലിൽ വിറകൊണ്ടു. അവർ ഒന്നും ആലോചിച്ചില്ല. വേഗത്തിൽ എഴുന്നേറ്റ് ഇർഷാദിന്റെ മുറിയിലേക്ക് ഓടിയെത്തി. കണ്ട കാഴ്ച അതീവ ദയനീയമായിരുന്നു. കണ്ണീരൊലിപ്പിച്ചു നിൽക്കുന്ന ഇർഷാദും അവന്റെ കൈകളിൽ കിടന്ന് പിടയുന്ന കുഞ്ഞും. യാതൊരു മടിയും കൂടാതെ മറിയം ഇർഷാദിന്റെ കൈകളിൽ നിന്നും ആ കുഞ്ഞിനെ വാങ്ങി സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മറിയത്തിന് മുല കുടിക്കുന്ന പ്രായത്തിലുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു. ജാതിയോ മതമോ പദവിയോ ഒന്നും ആ വികാരത്തിന് മുന്നിൽ തടസ്സമായില്ല. മാതൃത്വം തുളുമ്പുന്ന ആ പവിത്രമായ നിമിഷത്തിൽ മറിയം ആ മലയാളി കുഞ്ഞിനെ തന്റെ മാറിലെ അമൃത് ഊട്ടി. വിശപ്പിന്റെ കാഠിന്യത്താൽ വിറച്ചിരുന്ന കുഞ്ഞ് ആ അമ്മയുടെ ചൂടേറ്റപ്പോൾ മെല്ലെ ശാന്തനായി. വയറു നിറഞ്ഞപ്പോൾ അവൻ ആ മുലപ്പാലിന്റെ മധുരത്തിൽ സമാധാനത്തോടെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ആ കാഴ്ച കണ്ട് ഇർഷാദ് സ്തംഭിച്ചു നിന്നു. തന്റെ മകന് ജീവൻ തിരിച്ചു നൽകിയത് ആ കൊട്ടാരത്തിലെ രാജ്ഞിയാണെന്ന് കണ്ടപ്പോൾ ഒരു വശത്ത് നിന്ന് ആനന്ദ കണ്ണീർ വാർക്കുന്ന ഇർഷാദിന് വാക്കുകൾ കിട്ടിയില്ല. ഈ സമയം ഷെയ്ഖും അങ്ങോട്ട് കടന്നു വന്നു. തന്റെ ഭാര്യ അന്യയായ ഒരു ഡ്രൈവറുടെ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ മുലയൂട്ടുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിളങ്ങി. അവിടെ ദേഷ്യമോ അഹങ്കാരമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് തന്റെ ഭാര്യയുടെ വലിയ മനസ്സിനോടുള്ള ആദരവായിരുന്നു. മറിയം, നീ ചെയ്തത് ഈ ലോകത്തെ ഏറ്റവും വലിയ പുണ്യമാണ്, അദ്ദേഹം പറഞ്ഞു. മുലകുടി ബന്ധത്തിലൂടെ ഈ കുഞ്ഞ് ഇനി മുതൽ നമ്മുടെ മക്കളുടെ സ്വന്തം സഹോദരനാണ്. ഇവനും ഇനി നമ്മുടെ മകനാണ്. ഇനി ഇവനെ നാം ആസിഫ് എന്ന് വിളിക്കും. ആ വാക്കുകൾ ഇർഷാദിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർജന്മമായിരുന്നു. തന്റെ മകൻ ഇനി വെറും ഒരു ഡ്രൈവറുടെ മകനല്ല, മറിച്ച് ഈ അറബി കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. മണലാരണ്യത്തിലെ ആ വില്ലയിൽ സ്നേഹത്തിന്റെ ഒരു പുതിയ അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. കാലം മണൽക്കാറ്റ് പോലെ വേഗത്തിൽ കടന്നുപോയി. ഒമാനിലെ ആ കൊട്ടാര സമാനമായ വില്ലയിൽ ആസിഫ് വളർന്നത് ഒരു രാജകുമാരനെ പോലെ തന്നെയായിരുന്നു. ഷെയ്ഖ് അബ്ദുള്ളയുടെ സ്വന്തം മക്കളായ യാസിൻ, സാറ എന്നിവരോടൊപ്പം കളിച്ചും ചിരിച്ചും ആസിഫ് ആ വീടിന്റെ ഐശ്വര്യമായി മാറി. വെളുത്ത കന്തൂറയും തലയിൽ ഗത്രയും ധരിച്ച് അറബി ശൈലിയിൽ ഗമയോടെ നടന്നുവരുന്ന ആസിഫിനെ കാണുമ്പോൾ അവൻ ഒരു മലയാളി ഡ്രൈവറുടെ മകനാണെന്ന് ആർക്കും തോന്നുകയില്ലായിരുന്നു. അറബി ഭാഷ അവന്റെ മാതൃഭാഷയായി മാറി. മുലക്കുടി ബന്ധത്തിലൂടെ മറിയം അവന്റെ ഉമ്മയും ഷെയ്ഖ് അവന്റെ ബാബയുമായി മാറി. തന്റെ സിരകളിൽ ഒഴുകുന്നത് ഒരു മലയാളി പിതാവിന്റെ രക്തമാണെന്ന യാതൊരു അറിവുമില്ലാതെ താനൊരു ഇമാറാത്തി കുടുംബത്തിലെ അംഗമാണെന്ന പൂർണ്ണ വിശ്വാസത്തിലായിരുന്നു അവൻ വളർന്നത്.
സ്വന്തം പിതാവായ ഇർഷാദിനെ ആസിഫ് വിളിച്ചിരുന്നത് ഇർഷാദ് അങ്കിൾ എന്നായിരുന്നു. വില്ലയുടെ പൂമുഖത്ത് കാർ കഴുകുമ്പോഴോ ഷെയ്ഖിനെ യാത്രയാക്കുമ്പോഴോ ആസിഫ് ഓടി വന്ന് ഇർഷാദിനോട് വിശേഷങ്ങൾ ചോദിക്കും. തന്റെ മകൻ തന്നെ അങ്കിൾ എന്ന് വിളിക്കുമ്പോൾ ഇർഷാദിന്റെ ഉള്ളിൽ ഒരു നിമിഷം വലിയ വിങ്ങലുണ്ടാകുമായിരുന്നു. എന്നാൽ ആസിഫിന്റെ വേഷവും പ്രൗഢിയും കാണുമ്പോൾ ആ സങ്കടം അഭിമാനത്തിന് വഴിമാറും. അങ്കിൾ, ഇന്നെനിക്ക് സ്കൂൾ ഫുട്ബോൾ മത്സരമുണ്ട്, പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് ആസിഫ് പറയുമ്പോൾ തീർച്ചയായും മോനെ എന്ന് പറഞ്ഞ് ഇർഷാദ് അവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. തന്റെ മകനെ ഒന്ന് തൊടാനും തലോടാനും ലഭിക്കുന്ന ആ നിമിഷങ്ങളെ ഇർഷാദ് അത്യന്തം വിലമതിച്ചു. തന്റെ മകൻ ദുബായിലെയും ഒമാനിലെയും ഏറ്റവും മികച്ച അന്താരാഷ്ട്ര സ്കൂളുകളിൽ പഠിക്കുന്നത് കണ്ട് ഇർഷാദ് ദൂരെ മാറി നിന്ന് സന്തോഷിച്ചു. ഓരോ വൈകുന്നേരവും ജോലി കഴിഞ്ഞ് ഇർഷാദ് നേരെ പോകുന്നത് നഫീസയുടെ ഖബറിടത്തിലേക്കാണ്. അവിടെ ഇരുന്ന് അവൻ മനമുരുക്കി സംസാരിക്കും. നഫീസെ, നീ കാണുന്നുണ്ടോ നമ്മുടെ മോനെ? അവൻ മുത്തുപോലെ തിളങ്ങുകയാണ്. അവൻ എന്നെ അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അത് സാരമില്ല, അവൻ വലിയൊരു നിലയിലെത്തുന്നത് കാണുന്നതാണ് എന്റെ സന്തോഷം. പഠനത്തിലും കായിക രംഗത്തും ആസിഫ് അസൂയ അർഹിക്കുന്ന മികവ് പുലർത്തി. അറബി അവന് എല്ലാവിധ സൗകര്യങ്ങളും നൽകി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രകളിൽ ഷെയ്ഖ് ആസിഫിനെയും കൂടെ കൂട്ടി. തന്റെ മകൻ ഒരു അറബി പ്രമുഖന്റെ മകനായി സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നത് കാണുമ്പോൾ ഇർഷാദ് ദൈവത്തിന് നന്ദി പറഞ്ഞു. സ്വന്തം പിതാവാണെന്ന സത്യം മറച്ചുവെച്ച് അവന്റെ വളർച്ചയിൽ ഒരു നിഴലായി കൂടെ നിൽക്കാൻ ഇർഷാദ് കാണിച്ച ത്യാഗം വിവരിക്കാനാവാത്തതായിരുന്നു. കാലം മുന്നോട്ട് നീങ്ങി. ആസിഫ് ഇപ്പോൾ 18 വയസ്സുള്ള സുമുഖനായ ഒരു യുവാവാണ്. ലണ്ടനിലെ പ്രമുഖ സർവകലാശാലയിൽ ഉപരിപഠനത്തിന് ചേരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൻ. ഇതിനായി പുതിയ പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും പുതുക്കേണ്ടി വന്നു. എന്നാൽ സർക്കാർ ഓഫീസുകളിൽ നിന്നും വന്ന അറിയിപ്പ് ആ വില്ലയിലെ സന്തോഷത്തിന് മേൽ ഒരു ഇടുത്തി പോലെ പതിച്ചു. ആസിഫിന്റെ ജനന സർട്ടിഫിക്കറ്റിലെ വിവരങ്ങളും ഷെയ്ഖിന്റെ കുടുംബരേഖകളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും മതിയായ രേഖകൾ ഇല്ലാത്തതിനാൽ ID കാർഡ് അനുവദിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു ആ വാർത്ത. തന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒരിക്കൽ പോലും സംശയിക്കാത്ത ആസിഫ് ഇത് കേട്ട് ആകെ പരിഭ്രാന്തനായി. ബാബ, എന്താണ് അവർ പറയുന്നത്? എന്റെ രേഖകളിൽ എന്ത് പിശകാണുള്ളത് എന്നവൻ ഷെയ്ഖിനോട് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഷെയ്ഖും മറിയവും പരസ്പരം നോക്കി. 18 വർഷം മണലാരണ്യത്തിലെ രഹസ്യമായി സൂക്ഷിച്ച ആ സത്യം ഇനി മൂടിവെക്കാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. തന്റെ വളർത്തുമകന്റെ കണ്ണുകളിലെ ആകുലത കണ്ട ഷെയ്ഖിന്റെ മനസ്സ് പിടഞ്ഞു. ആ പവിത്രമായ ബന്ധത്തിന്റെ വേരുകൾ വെളിപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഒരു സായാഹ്നത്തിൽ സൂര്യൻ കടലിൽ അസ്തമിക്കുന്ന നേരത്ത് ഷെയ്ഖ് ആസിഫിനെ വലിയൊരു പൂമുഖത്തേക്ക് വിളിച്ചു. അവിടെ ഇർഷാദ് പതിവ് പോലെ ജോലി കഴിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ആസിഫിന്റെ കൈപിടിച്ച് ഷെയ്ഖ് ഇർഷാദിന്റെ അരികിലേക്ക് നടന്നു. ഇർഷാദ് വിറക്കുന്ന കൈകളോടെ അവരെ നോക്കി നിന്നു. ഷെയ്ഖ് പറഞ്ഞു തുടങ്ങി. മോനെ ആസിഫ്, നീ ഇത്രയും കാലം അറിഞ്ഞതല്ല നിന്റെ യഥാർത്ഥ ജീവിതം. ഈ നിൽക്കുന്ന ഇർഷാദ് വെറും ഒരു ഡ്രൈവർ മാത്രമല്ല. നിനക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകിയ നിന്റെ പിതാവാണ്. നിന്റെ ഉമ്മ നഫീസ നിന്നെ പ്രസവിച്ച നിമിഷം തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു. മുലകുടി ബന്ധത്തിലൂടെ മറിയം നിന്റെ ഉമ്മയായി മാറിയെങ്കിലും നിന്റെ സിരകളിൽ ഓടുന്നത് ഈ മനുഷ്യന്റെ രക്തമാണ്. ആ വാക്കുകൾ ഒരു മിന്നൽ പിണർ പോലെ ആസിഫിന്റെ ഉള്ളിൽ തറച്ചു. അവന്റെ കാതുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ ഇത്രയും കാലം അങ്കിൾ എന്ന് മാത്രം കരുതി ആദരിച്ചിരുന്ന, വില്ലയുടെ ഒരു മൂലയിൽ നിശബ്ദനായി കഴിഞ്ഞിരുന്ന ആ മനുഷ്യനാണോ തന്റെ പിതാവ്? ആസിഫിനെ തല കറങ്ങുന്നതുപോലെ തോന്നി. തന്നെ ഇത്രയും കാലം ആഡംബരങ്ങളിൽ വളർത്തുമ്പോൾ തന്റെ പിതാവ് ദൂരെ മാറി നിന്ന് തന്നെ നോക്കി സന്തോഷിക്കുകയായിരുന്നു എന്ന സത്യം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇർഷാദിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. ആസിഫ് മെല്ലെ ഇർഷാദിന്റെ അരികിലേക്ക് നീങ്ങി. വിറക്കുന്ന കൈകളോടെ അവൻ ഇർഷാദിന്റെ മുഖത്ത് തൊട്ടു. ഉപ്പാ എന്നവൻ ആദ്യമായി ആ മനുഷ്യനെ വിളിച്ചപ്പോൾ ആ വില്ലയുടെ ചുവരുകൾ പോലും തേങ്ങിപ്പോയി. ഇർഷാദിനെ കെട്ടിപ്പിടിച്ച് ആസിഫ് അലമുറയിട്ട് കരഞ്ഞു. എന്നോട് മാപ്പാക്കണം ഉപ്പാ. സ്വന്തം മകനായിരുന്നിട്ടും നിങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. നിങ്ങൾ അനുഭവിച്ച വേദനകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇർഷാദ് തന്റെ മകനെ മാറോട് ചേർത്ത് പിടിച്ചു. അതൊരു മഹാസംഗമമായിരുന്നു. ഒരു പിതാവിന്റെ 18 വർഷത്തെ കാത്തിരിപ്പിന്റെയും മകന്റെ തിരിച്ചറിവിന്റെയും ധന്യനിമിഷം. ഷെയ്ഖും മറിയവും ആ രംഗം കണ്ടുനിന്ന് വിതുമ്പിപ്പോയി. സത്യത്തിന്റെ വെളിപ്പെടുത്തൽ ആസിഫിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചെങ്കിലും ഇർഷാദിനോടുള്ള അവന്റെ സ്നേഹം 100 ഇരട്ടിയായി വർദ്ധിക്കുകയായിരുന്നു. ആ നിമിഷം മുതൽ ഇർഷാദിന്റെ മനസ്സിൽ വല്ലാത്തൊരു ശാന്തത വന്നു നിറഞ്ഞു. താൻ കൊതിച്ച ആ വിളി കേൾക്കാൻ കഴിഞ്ഞതിന്റെ നിർവൃതിയിൽ അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു.
വർഷങ്ങളായി ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച വലിയൊരു സത്യം പുറത്തു വന്നതോടെ ഇർഷാദിന്റെ മനസ്സിൽ വല്ലാത്തൊരു ശാന്തത വന്നു നിറഞ്ഞു. തന്റെ മകൻ തന്നെ ഉപ്പ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ അവൻ കൊതിച്ച 18 വർഷത്തെ കാത്തിരിപ്പിനാണ് അവിടെ അന്ത്യമായത്. എന്നാൽ ആ ആശ്വാസത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. വർഷങ്ങളോളം മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ചെയ്ത കഠിനാധ്വാനവും മകനെ കുറിച്ചുള്ള ആദ്യം സൂക്ഷിച്ച മനസ്സിന്റെ സമ്മർദ്ദവും ഇർഷാദിന്റെ ആരോഗ്യത്തെ പാടെ തകർത്തിരുന്നു. സത്യം വെളിപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ ഒരു പുലർച്ചെ വില്ലയുടെ മുറ്റത്ത് അബോധാവസ്ഥയിൽ ഇർഷാദ് വീണ് കിടക്കുന്നത് ആസിഫ് കണ്ടു. ഓടിപ്പോയി അവനെ താങ്ങിയെടുക്കുമ്പോഴേക്കും ഇർഷാദിന്റെ ഒരു വശം പൂർണ്ണമായും തളർന്നു പോയിരുന്നു. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അതൊരു കഠിനമായ പക്ഷാഘാതമാണെന്ന് സ്ഥിരീകരിച്ചു. ഇർഷാദിന് തന്റെ സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ട മകനെ നോക്കി എന്തൊക്കെയോ പറയാൻ അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നാവ് വഴങ്ങുന്നില്ലായിരുന്നു. തന്റെ പിതാവിനെ ഈ അവസ്ഥയിൽ കണ്ട ആസിഫ് അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. ഉപ്പ, എനിക്ക് നിങ്ങളെ കിട്ടിയ ഉടനെ എന്നെ തനിച്ചാക്കി പോവുകയാണോ എന്ന് ചോദിച്ച് അവൻ ആശുപത്രി മുറിയിൽ പൊട്ടിക്കരഞ്ഞു. ആസിഫിന്റെ കണ്ണുനീർ ഇർഷാദിന്റെ കൈകളിൽ വീണപ്പോൾ ഒന്നും മിണ്ടാനാവാതെ ആ പിതാവിന്റെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി. ഒമാനിലെ മികച്ച ചികിത്സകൾ നൽകിയെങ്കിലും ഇർഷാദിനെ പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കുറെ കാലം വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. മരുഭൂമിയിലെ ഈ ചൂടും തിരക്കും ഇർഷാദിന് താങ്ങാനാവില്ലെന്നും നാട്ടിലെ ശാന്തമായ അന്തരീക്ഷവും ഉറ്റവരുടെ പരിചരണവുമാണ് അവനിപ്പോൾ ആവശ്യമെന്നും ഷെയ്ഖ് നിർദ്ദേശിച്ചു. തന്റെ പിതാവിനെ പിരിയുന്നത് ആസിഫിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. എങ്കിലും ഉപ്പയുടെ ജീവൻ രക്ഷിക്കാൻ അതാണ് പോംവഴി എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഷെയ്ഖ് തന്നെ നേരിട്ട് ഇടപെട്ട് ഇർഷാദിനെ നാട്ടിലേക്ക് അയക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ഇർഷാദിനെ വിമാനത്തിൽ കയറ്റുമ്പോൾ ആസിഫ് അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. നാട്ടിലെ ബന്ധുക്കളുടെ അടുത്തേക്ക് ഇർഷാദിനെ യാത്രയാക്കുമ്പോൾ ആസിഫിന്റെ ഹൃദയം നുറുങ്ങുകയായിരുന്നു. താൻ ഒരു കൊട്ടാരത്തിൽ വാഴുമ്പോൾ തന്റെ പിതാവ് തളർന്നു കിടപ്പിലായി നാട്ടിലേക്ക് മടങ്ങുന്നത് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്കിലും തന്റെ പഠനം പൂർത്തിയാക്കി പിതാവിനെ തിരികെ കൊണ്ടുവരുമെന്ന് അവൻ മനസ്സിലുറപ്പിച്ചു. ആസിഫ് ഒമാനിൽ തങ്ങി തന്റെ ഉപരിപഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓരോ ദിവസവും പലതവണ അവൻ നാട്ടിലേക്ക് വിളിച്ചു. ഇർഷാദ് സംസാരിക്കില്ലെങ്കിലും ഫോൺ തന്റെ കാതോട് ചേർത്ത് പിടിക്കാൻ ബന്ധുക്കളോട് പറയുമായിരുന്നു. ഉപ്പാ, ഞാൻ വരും, നമ്മൾ ഇനിയും ഒരുമിച്ചുണ്ടാകും എന്ന് ആസിഫ് പറയുമ്പോൾ അങ്ങേ തലക്കിൽ ഇർഷാദിന്റെ വിതുമ്പൽ അവൻ തിരിച്ചറിയുമായിരുന്നു. ഉപ്പയുടെയും മകന്റെയും ഇടയിലുള്ള ആ വിരഹത്തിന്റെ നാളുകൾ ആസിഫിനെ ഒരു പക്വതയുള്ള മനുഷ്യനായി വളർത്തുകയായിരുന്നു. പിതാവ് നാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം ആസിഫിന്റെ ജീവിതം പഠനത്തിലും ലക്ഷ്യത്തിലും മാത്രമായി ഒതുങ്ങി. തന്റെ ഉപ്പയെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം ഉള്ളിലൊതുക്കി അവൻ രാപ്പകൽ കഷ്ടപ്പെട്ടു പഠിച്ചു. ഒമാനിലെ പ്രമുഖ സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ ശേഷം ബിസിനസ് ലോകത്തെ അടവുകൾ പഠിക്കാനായി അവൻ MBA പാസ്സായി. വെറും ഒരു ബിരുദധാരിയല്ല, മറിച്ച് ഷെയ്ഖിന്റെ ബിസിനസ് സാമ്രാജ്യം നയിക്കാൻ കെൽപ്പുള്ള ഒരു യുവാവായി ആസിഫ് വളർന്നു. ഷെയ്ഖ് തന്റെ വിശ്വസ്തനായ ഇർഷാദിന്റെ മകന് എല്ലാവിധ പിന്തുണയും നൽകി. ഇർഷാദ് ഒരു കാലത്ത് കഴുകി വൃത്തിയാക്കിയിരുന്ന ആ ലാൻഡ് ക്രൂസറുകൾക്ക് പകരം ഇപ്പോൾ ആസിഫ് അത്യാധുനികമായ ആഡംബര കാറുകളിൽ ഷെയ്ഖിനൊപ്പം ബിസിനസ് മീറ്റിംഗുകൾക്കും പോയി തുടങ്ങി. എങ്കിലും അവന്റെ ഓരോ വിജയത്തിലും ഇർഷാദിന്റെ മുഖമായിരുന്നു ആസിഫിന്റെ മനസ്സിൽ. പ്രവാസത്തിന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും തളരാതെ മകന്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിന്റെ സ്നേഹം ദൂരങ്ങൾക്കിടയിലും അവരെ ബന്ധിപ്പിച്ചു നിർത്തി. സത്യമറിഞ്ഞതിനു ശേഷം ആസിഫിന്റെ പെരുമാറ്റത്തിൽ വലിയൊരു മാറ്റം പ്രകടമായിരുന്നു. ഷെയ്ഖ് അബ്ദുള്ളയോടും മറിയത്തിനോടുമുള്ള അവന്റെ സ്നേഹം സ്വന്തം മാതാപിതാക്കളോടുള്ള അതിരുകളില്ലാത്ത ആദരവായി മാറി. തന്നെ ഒരു രാജകുമാരനെ പോലെ വളർത്തിയ ആ വലിയ മനസ്സിനോടുള്ള കടപ്പാട് മുമ്പ് ഷെയ്ഖിന്റെ തീരുമാനങ്ങൾക്കൊപ്പം നടന്നിരുന്ന ആസിഫ് ഇപ്പോൾ ഷെയ്ഖിന്റെ പ്രായത്തെയും ആരോഗ്യത്തെയും മുൻനിർത്തി കാര്യങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങി. അദ്ദേഹം സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കാനും തന്റെ പിതാവിനെ പോലെ അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ച് സമാധാനിപ്പിക്കാനും ആസിഫ് ശ്രദ്ധിച്ചു. മറിയത്തിന് ആസിഫ് വെറും ഒരു മകനായിരുന്നില്ല, മറിച്ച് താൻ മുലയൂട്ടി വളർത്തിയ സ്വന്തം ജീവന്റെ ഭാഗം തന്നെയായിരുന്നു. ഓരോ തവണ ആസിഫ് അവരെ ഉമ്മ എന്ന് വിളിക്കുമ്പോഴും ആ വില്ലയിലെ ചുവരുകൾ ആ സ്നേഹത്താൽ നിറഞ്ഞു. ഷെയ്ഖിന്റെ ബിസിനസ് സാമ്രാജ്യം ആസിഫിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഇർഷാദിന്റെ സത്യസന്ധതയും മറിയത്തിന്റെ മാതൃത്വവും ആസിഫിന്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും നിഴലിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ വില്ലയുടെ പൂമുഖത്തിരുന്ന് ഷെയ്ഖ് ആസിഫിനോട് ചോദിച്ചു, മോനെ, നിന്റെ സ്വന്തം ഉപ്പയുടെ അവസ്ഥയിൽ നീ അസ്വസ്ഥനല്ലേ? അപ്പോൾ ആസിഫ് മറുപടി പറഞ്ഞത് കണ്ണുകളിൽ നനവോടെയായിരുന്നു. ബാബാ, ഈ ലോകത്തെനിക്ക് 2 ഉപ്പമാരുണ്ട്. ഒരാൾ എനിക്ക് ജീവൻ നൽകി, മറ്റൊരാൾ എനിക്ക് ജീവിതം നൽകി. നിങ്ങളും ഉമ്മയും നൽകിയ ഈ കരുതൽ ഞാൻ എവിടെയും അനുഭവിച്ചിട്ടില്ല.
എന്റെ ഉപ്പക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ബാബയായി സ്നേഹിക്കാൻ എനിക്ക് ഒട്ടും മടിയില്ല. ആ വാക്കുകൾ ഷെയ്ഖിന്റെ കണ്ണ് നിറയിച്ചു. കാലം ആസിഫിനെ ഒരു പൂർണ്ണ മനുഷ്യനാക്കി മാറ്റിയിരുന്നു. പഠനത്തിന് ശേഷം ഷെയ്ഖ് അബ്ദുള്ളയുടെ ബിസിനസ് സാമ്രാജ്യം നയിക്കാൻ കെൽപ്പുള്ള ഒരു ബിസിനസ് പ്രമുഖനായി ആസിഫ് വളർന്നു. ഈ കാലയളവിൽ ഷെയ്ഖിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആയിഷ എന്ന പെൺകുട്ടിയുമായി ആസിഫ് പ്രണയത്തിലായി. ആസിഫിന്റെ വ്യക്തിത്വവും ഷെയ്ഖിന്റെ കുടുംബത്തോടുള്ള അവന്റെ കൂറും കണ്ട ആയിഷയ്ക്ക് അവനോട് വല്ലാത്തൊരു ആദരവ് തോന്നി. ആസിഫിന്റെ ഭൂതകാലം അവൾക്ക് അറിയാമായിരുന്നു. അവനൊരു മലയാളി ഡ്രൈവറുടെ മകനാണെന്നും എന്നാൽ ഈ വീട്ടിലെ മാതൃത്വത്താൽ വളർത്തപ്പെട്ടവനാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. ആസിഫിന്റെയും ആയിഷയുടെയും ഇഷ്ടമറിഞ്ഞപ്പോൾ ഷെയ്ഖ് തന്നെ മുൻകൈയെടുത്ത് ആ വിവാഹം ഉറപ്പിച്ചു. ആസിഫിന്റെ പശ്ചാത്തലം അറിഞ്ഞുകൊണ്ട് തന്നെ ആയിഷയുടെ കുടുംബം അവനെ തങ്ങളുടെ മരുമകനായി സ്വീകരിക്കാൻ തയ്യാറായി. ആ വിവാഹം ആസിഫിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറി. ഒരു അറബി യുവതിയെ വിവാഹം കഴിച്ചതിനാലും വർഷങ്ങളായി ഷെയ്ഖിന്റെ കുടുംബത്തിലെ അംഗമായി വളർന്നതിനാലും ഒമാൻ ഭരണകൂടം ആസിഫിന് പൗരത്വവും പാസ്പോർട്ടും അനുവദിച്ചു. മുലകുടി ബന്ധത്തിലൂടെ അവൻ ആ നാട്ടിലെ പൗരന്മാരുടെ സഹോദരനായി മാറിയത് നിയമപരമായും അംഗീകരിക്കപ്പെട്ടു. തന്റെ കയ്യിലേക്ക് ആ പുതിയ പാസ്പോർട്ട് വന്നപ്പോൾ ആസിഫിന്റെ കണ്ണുകൾ നിറഞ്ഞു. അത് അവന് വെറുമൊരു യാത്രാരേഖയായിരുന്നില്ല, മറിച്ച് തന്റെ ഉപ്പയെ കാണാൻ തടസ്സങ്ങളില്ലാതെ പറക്കാനുള്ള ചിറകുകളായിരുന്നു. പാസ്പോർട്ട് കിട്ടിയ നിമിഷം തന്നെ അവൻ ആയിഷയോട് പറഞ്ഞു, ആയിഷ, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ നാട്ടിലേക്ക് പോകണം. എന്റെ ഉപ്പ എന്നെയും കാത്ത് അവിടെ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് എനിക്ക് നിന്നെയും കൊണ്ടുപോകണം. ആസിഫിന്റെ ആവേശവും സ്നേഹവും കണ്ട ആയിഷ സന്തോഷത്തോടെ സമ്മതിച്ചു. നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ആസിഫിന്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് തളർന്ന് വിമാനത്തിൽ കയറ്റിവിട്ട തന്റെ ഉപ്പയുടെ മുഖം മാത്രമായിരുന്നു. കേരളത്തിലെ പച്ചപ്പും കുളിർമയും നിറഞ്ഞ ഗ്രാമത്തിലേക്ക് ഒരു വിദേശിയെ പോലെയാണ് ആസിഫും ആയിഷയും എത്തിയത്. ആസിഫ് ഇർഷാദിന്റെ പഴയ തറവാട് വീടിന്റെ മുറ്റത്തെത്തുമ്പോൾ നാട്ടുകാരും ബന്ധുക്കളും അത്ഭുതത്തോടെ നോക്കി നിന്നു. കാറിൽ നിന്നിറങ്ങിയത് ഒരു പൂർണ്ണ അറബി വേഷധാരിയായ യുവാവായിരുന്നു. കാർ നിൽക്കുന്ന ശബ്ദം കേട്ട് വരാന്തയിലെ ഒരു കോണിൽ ചക്രകസേരയിൽ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്ന ഇർഷാദ് മെല്ലെ തിരിഞ്ഞു നോക്കി. തന്റെ മകൻ ഒരു രാജകുമാരനെ പോലെ തന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വാക്കുകൾ പുറത്തു വരുന്നില്ലെങ്കിലും ആ ചുണ്ടുകൾ വിറച്ചു. ആസിഫ് ഓടിച്ചെന്ന് തന്റെ ഉപ്പയുടെ കാൽക്കൽ വീണു പൊട്ടിക്കരഞ്ഞു. വർഷങ്ങളോളം തന്റെ ഉപ്പയെ അങ്കിൾ എന്ന് വിളിക്കേണ്ടി വന്നതിനും ഉപ്പ തളർന്നു പോയപ്പോൾ അരികിലുണ്ടാകാൻ കഴിയാതിരുന്നതിനും അവൻ മാപ്പ് ചോദിച്ചു കൊണ്ടേയിരുന്നു. ഇർഷാദിന്റെ വിറക്കുന്ന കൈകൾ ആസിഫിന്റെ തലയിൽ തലോടി. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സഫലമായ നിമിഷമായിരുന്നു അത്. ആസിഫ് ഇർഷാദിന്റെ കൈകൾ പിടിച്ചു ചുംബിച്ചു. ഉപ്പ, ഞാൻ വന്നു. ഇനി നിങ്ങളെ ഞാൻ തനിച്ചാക്കില്ല. നമുക്കൊന്നിച്ച് മസ്കറ്റിലേക്ക് പോകാം. അവിടെ നിങ്ങൾക്കായി എല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നാട്ടിലെത്തിയ ആസിഫിന് ഒട്ടും സമയം പാഴാക്കാനില്ലായിരുന്നു. ഒരു ഒമാൻ പൗരൻ എന്ന നിലയിലുള്ള തന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് ഇർഷാദിനെ ഒമാനിലേക്ക് കൊണ്ടുപോകാനുള്ള എയർ ആംബുലൻസ് സൗകര്യം അവൻ ഏർപ്പെടുത്തി. വർഷങ്ങൾക്ക് മുമ്പ് രോഗിയായി തനിച്ചു മടങ്ങിയ ഇർഷാദ് ഇന്ന് തന്റെ മകന്റെയും മരുമകളുടെയും അകമ്പടിയോടെ ഒരു രാജാവിനെ പോലെ വീണ്ടും മസ്കറ്റിലേക്ക് വിമാനം കയറി. ഒമാനിലെത്തിയ ഉടനെ ലോകപ്രശസ്തമായ ആശുപത്രിയിലെ മികച്ച വിദഗ്ധരുടെ കീഴിൽ ഇർഷാദിനെ പ്രവേശിപ്പിച്ചു. ആധുനിക ചികിത്സാ രീതികളും മകന്റെ സ്നേഹപൂർണമായ പരിചരണവും ചേർന്നപ്പോൾ ഇർഷാദിന്റെ ആരോഗ്യനിലയിൽ അത്ഭുതകരമായ പുരോഗതി കണ്ടു തുടങ്ങി. ഫിസിയോതെറാപ്പിയും വിദഗ്ധ ചികിത്സയും ലഭിച്ചപ്പോൾ ഇർഷാദിന് മെല്ലെ സംസാരശേഷി വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ആദ്യം മുറിഞ്ഞുപോയ വാക്കുകളായിരുന്നെങ്കിലും അവൻ തന്റെ മകന്റെ പേര് വിളിക്കാൻ തുടങ്ങി. പിതാവ് ആദ്യമായി തന്റെ പേര് വിളിക്കുന്നത് കേട്ടപ്പോൾ ആസിഫ് ആശുപത്രി മുറിയിൽ വെച്ച് പൊട്ടിക്കരഞ്ഞുപോയി. മരണത്തിന്റെ വക്കിൽ നിന്നും ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് ഇർഷാദ് പതിയെ നടന്നു കയറി. ഇന്ന് മസ്കറ്റിലെ കടൽ തീരത്തുള്ള ആ മനോഹരമായ വില്ലയിൽ സന്തോഷത്തിന്റെ പുതിയൊരു പുലരി ഉദിച്ചുയർന്നിരിക്കുന്നു. ആസിഫും ആയിഷയും തങ്ങളുടെ പിതാവായ ഇർഷാദിനൊപ്പം ആ വില്ലയിൽ താമസമാക്കിയപ്പോൾ അതൊരു പുതിയ തുടക്കമായിരുന്നു. പഴയ കാലത്ത് ഇർഷാദ് ജോലി ചെയ്തിരുന്ന അതേ തെരുവുകളിലൂടെ ഇന്ന് ആസിഫിന്റെ ആഡംബര കാറിന്റെ പിൻസീറ്റിൽ ഒരു രാജാവിനെ പോലെ ഇർഷാദ് യാത്ര ചെയ്യുന്നു. ഓരോ വെള്ളിയാഴ്ചയും അവർ മറക്കാതെ പോകുന്ന ഒരിടമുണ്ട്, നഫീസയുടെ ഖബറിടം. അന്ന് ഇർഷാദ് തനിച്ചു പോയിരുന്ന ആ മണ്ണിലേക്ക് ഇന്ന് തന്റെ മകന്റെയും മരുമകളുടെയും കൈപിടിച്ച് ഇർഷാദ് നടന്നു ചെല്ലുന്നു. നഫീസേ, നീ കണ്ടോ, നമ്മുടെ മകൻ ഇന്ന് ഒരു വലിയ മനുഷ്യനായി മാറിയിരിക്കുന്നു. അവൻ നിന്റെ അഭാവം എന്നെ അറിയിക്കുന്നില്ല എന്ന വിതുമ്പലോടെ പ്രാർത്ഥിക്കുമ്പോൾ ആസിഫ് തന്റെ ഉപ്പയെ ചേർത്തു പിടിച്ചു.
സ്നേഹത്തിന് അതിരുകളില്ലെന്നും അത് മണലാരണ്യത്തിലെ ആഴങ്ങളിൽ പോലും അത്ഭുതം സൃഷ്ടിക്കുമെന്നും ഇർഷാദിന്റെയും ആസിഫിന്റെയും ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന് അതിരുകളോ ഭാഷയോ മതമോ ഇല്ലെന്ന് തെളിയിച്ച ഒരു ജീവിതമായിരുന്നു ഇർഷാദിന്റെയും ആസിഫിന്റെയും. ഒരു പിടി മണൽത്തരികൾ പോലെ ചിതറിപ്പോകുമായിരുന്ന ഒരു കുടുംബം മറിയം എന്ന ഉമ്മയുടെ വലിയ മനസ്സുകൊണ്ടും ആസിഫ് എന്ന മകന്റെ അചഞ്ചലമായ സ്നേഹം കൊണ്ടും വീണ്ടും ഒന്നായി. മരുഭൂമിയിലെ ചുട്ടുപൊള്ളുന്ന വെയിലിലും പ്രവാസത്തിന്റെ ഏകാന്തതയിലും ഒടുവിൽ രോഗത്തിന്റെ തടവറയിലും സ്നേഹം മാത്രം കൈവിടാതെ കാത്തവരാണിവർ. കാലം പലപ്പോഴും നമ്മളെ പരീക്ഷിക്കും, വേദനകൾ തരും, ഉറ്റവരെ അകറ്റും. എന്നാൽ ത്യാഗവും സഹനവും കൈമുതലാക്കിയാൽ ഒടുവിൽ ജീവിതം തിരികെ നൽകുന്നത് സ്നേഹത്തിന്റെ വസന്തം തന്നെയായിരിക്കും. നഫീസയുടെ കബറിടത്തിൽ ഇന്ന് ആസിഫും ഇർഷാദും ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ അസ്തമിക്കുന്നത് ഒരു പ്രവാസിയുടെ കണ്ണീരല്ല, മറിച്ച് മകന്റെ കൈപിടിച്ചു നടന്നു കയറിയ ഒരു പിതാവിന്റെ ആത്മസംതൃപ്തിയാണ്. ഓർക്കുക, നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കപ്പുറം അള്ളാഹു കരുതി വെച്ച ഒരു വലിയ കരുതലുണ്ട്. സ്നേഹിക്കാൻ പഠിക്കുക, ചേർത്ത് പിടിക്കാൻ പഠിക്കുക. കാരണം അവസാനം നമ്മൾ നേടിയെടുക്കുന്നതിനേക്കാൾ വലുതാണ് നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന ഈ സ്നേഹം മാത്രം ബാക്കിയാക്കി നമുക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.